പൂരത്തിന്റെ വൈവിധ്യം പോലെ മാവേലിക്കലെ ലോക്സഭാ മണ്ഡലത്തിലുമുണ്ട് ഏറെ വൈവിധ്യങ്ങൾ. അതിന്റെ ഭൂശാസ്ത്രപരമായ പ്രത്യേകതകളാണെങ്കിലും കായലും കടലും പിന്നെ കർഷകരുടെ വൈവിധ്യമാണെങ്കിലും അവിടേക്കെത്തിയാൽ റബ്ബർ കർഷകരുടെ ചങ്ങനാശ്ശേരി കോട്ടയം ബെൽറ്റിലുള്ള റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ കുട്ടനാടിലെ നെൽപ്പാടത്ത് പണിയെടുക്കുന്ന കർഷകരുടെ വിഷയങ്ങളുണ്ട്. കായലിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്ന് ഈ മണ്ഡലത്തെ തന്നെ സവിശേഷമായ ഒരു രാഷ്ട്രീയ ഭൂമികയാക്കി മാറ്റിയിരിക്കുന്നു. സിറ്റിംഗ് എം പിയായ കൊടിക്കുന്നിൽ സുരേഷ് 10ാം ഊഴം തേടി ഇറങ്ങുമ്പോൾ CA അരുൺകുമാർ മത്സരിക്കാനെത്തുന്നു. മറുഭാഗത്ത് NDA രംഗത്തിറക്കിയിരിക്കുന്നത് 2016 UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ NDAയിലേക്ക് എത്തിയിരിക്കുന്ന ബൈജു കലാശാലെ. എന്താണ് മാവേലിക്കരയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം അതിഥികളായി LDF-ൽ നിന്നും അഡ്വക്കേറ്റ് S വേണുഗോപാൽ, CPI സംസ്ഥാന കൗൺസിൽ അംഗം, UDF-ൽ നിന്നും കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടന സാംസ്കാരിക സാഹിതിയുടെ കൊല്ലം ജില്ലാ ചെയർമാൻ എബി പാപ്പച്ചൻ, ഒപ്പം കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് NDA പ്രതിനിധീകരിച്ച് സുഭാഷ് പട്ടാഴി, ഒപ്പം പട്ടാഴിയിലെയും മാവേലിക്കരയിലെയും വോട്ടർമാരും വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ പ്രവർത്തകരും നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം പോകുന്നത് നേരെ UDF-ലേക്കാണ്. എബി പാപ്പച്ചൻ, നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി തുടർച്ചയായി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഇന്നും മനസ്സിലാകാതെ പോകുന്നത്, നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഡൽഹിയിൽ സമരം ചെയ്യുന്നു, ED അറസ്റ്റ് ചെയ്തതിലുള്ള പ്രതിഷേധം അറിയിക്കുന്നു, കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? നമ്മുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയുക എന്നുള്ളതാണ്. അതിന് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിൽ അടച്ചതുകൊണ്ട് കാര്യം നടക്കൂ? പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കണമെന്ന് പറയുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞു, അങ്ങ് കേട്ടില്ലേ? അതിനാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി കൊടുത്തത്. പഴയ പേര് ഓർമ്മിപ്പിക്കരുതെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ സംഭവം അല്ല, അഴിമതി എവിടെ കാണിച്ചാലും അഴിമതിക്കെതിരെ നിലപാടെടുക്കുക എന്ന് പറയുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വം? ഏത് മണ്ഡലത്തിലും അഴിമതി. നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് സമസ്ത മേഖലയിലും അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇലക്ഷൻ കൂടിയാണ്. ഇന്ത്യ മുന്നണിയിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു കക്ഷിയുടെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ജയിലിൽ അടച്ചുകൊണ്ട് ആ ഇന്ത്യ മുന്നണി എങ്ങനെ അധികാരത്തിൽ വരും സാർ? ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു തലത്തിൽ ഒരു ഇലക്ഷനെ നമ്മൾ കണ്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് വർഗീയ കക്ഷിയായ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ രണ്ടായി ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഴിമതിരഹിതമായിട്ടുള്ള ഒരു സംവിധാനം ഒരു സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ നിങ്ങളുടെ മുഖ്യ ശത്രു ആരാ? കേരളത്തിൽ എവിടെയും നമ്മുടെ മുഖ്യ ശത്രു BJP തന്നെ. പിന്നെ അതാണ് എന്റെ ചോദ്യം. എങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധി ഈ ഊർജ്ജം പാഴാക്കുന്നത് എന്തിനാ മുഖ്യമന്ത്രിക്കെതിരെ? BJPക്കെതിരെ നിലപാടെടുക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ നിലപാടെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഓക്കെ, നോക്കൂ വേണുഗോപാൽ, അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഒരു ദ്വിമുഖ തന്ത്രമാണ്. അവിടെ ദുർഭരണത്തിനെതിരെ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കും, ഒപ്പം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെയും പ്രതികരിക്കും. അതാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അതിന് പഴയ പേരൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളും ഈ കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന്റെ മര്യാദ മറക്കുകയല്ലേ? കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒന്നും നിലപാടില്ല എന്നുള്ളതാണ് ആ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം. അത് ഈ വിഷയത്തിൽ നമ്മൾ പ്രത്യക്ഷമായി വന്നിരിക്കുകയാണ്. ഇവിടെ ശ്രീ അരുൺ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും BJP അധികാരം വിട്ടൊഴിയണമെന്നും ജനതയാകെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്കെതിരെ തന്നെ വർത്തമാനം പറയുക എന്നുള്ളതാണ് രാഹുൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ഹോബി. നമുക്കറിയാം, ഈ കാര്യത്തിൽ മാത്രമല്ല, അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളിൽ നിലപാടില്ല. നോക്കൂ, മുഖ്യമന്ത്രി ഈ രാഹുൽ ഗാന്ധി ആദ്യ പ്രചരണത്തിൽ വരുന്ന സമയം മുതൽ ഈ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നിങ്ങൾ പറഞ്ഞു CAയുടെ കാര്യത്തിൽ വോട്ട് ചെയ്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പച്ചക്കള്ളം പറഞ്ഞു. അതിനുശേഷം കോൺഗ്രസുകാരെ തെളിവ് തിരുത്തി 80 വോട്ടിൽ കോൺഗ്രസിന്റെ വോട്ടുണ്ട് CAക്കെതിരെ വോട്ട് ചെയ്തവരിൽ. രണ്ടാമത് നിങ്ങൾ പതാക ഉയർത്തുന്ന കാര്യത്തിൽ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അതും അവരുടെ ആഭ്യന്തര കാര്യമാണെന്ന് അവർ വിശദീകരിച്ചു. അപ്പം നിരന്തരം നിങ്ങൾ ഇങ്ങനെ ആക്രമിച്ചാൽ ആരായാലും പ്രതികരിച്ചു പോകും. അതേ രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. ആ പ്രതികരണം അങ്ങനെ വരട്ടെ. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ് ഇങ്ങനെയാണോ ഇന്ത്യയിൽ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ വിഷയം. ഇവിടെ EDയെ സംബന്ധിച്ച് ബഹുമാന്യ സുഹൃത്ത് പറഞ്ഞല്ലോ, EDയെ കുറിച്ച് അവരുടെ അഭിപ്രായം കേരളത്തിലൊന്ന്, മംഗലാപുരത്ത് കഴിഞ്ഞാൽ വേറൊന്നാണ്, കർണാടക ചെല്ലുമ്പോഴത്തേക്ക്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാടാണ്. ED എടുക്കുന്ന നിലപാടിനോട് അവർക്ക് എന്താ അഭിപ്രായം? അവരുടെ EDയുടെ അന്വേഷണമെല്ലാം സുതാര്യമാണോ, സത്യസന്ധമാണോ, ആത്മാർത്ഥമാണെന്നാണോ കോൺഗ്രസ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പലതിനും മറുപടി പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ അളിയൻ, പ്രിയങ്കയുടെ ഭർത്താവ്, സോണിയാഗാന്ധിയുടെ മരുമകൻ കോടിക്കണക്കിന് രൂപ ഇലക്ടർ ബോണ്ടിലൂടെ BJPക്ക് സംഭാവന നൽകിയ ചരിത്രമടക്കം പുറത്തു വരികയാണ്.
അപ്പൊ ഈ പറയുന്ന ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പം ഇന്ത്യ മുന്നണി എന്നൊക്കെ വർത്തമാനം പറയുന്ന ഇവർ കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയാണോ ദുർബലപ്പെടുത്തുകയാണോ എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യ ഒരൊറ്റ നേരിടുന്ന ചോദ്യം കൂടി പ്രധാന എനിക്ക് അങ്ങോട്ട് ഞാൻ എൻ ഡി എയിലെ പ്രതിനിധിയിലേക്ക് വരുന്നതിന് മുൻപ് ആ ചോദ്യം ഇതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ? ഈ എൻ ഡി എക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ആര് വിമർശിച്ചോ 24 മണിക്കൂറിനകം അവരുടെ വസതിയിലേക്ക് ഇഡിയും സിബിഐയും എത്തിയിട്ടുണ്ട്. അറസ്റ്റിനവരെ നിർബന്ധിച്ചിട്ടുണ്ട്, സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ ഇതൊന്നും കാണുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് ശരി. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. എത്ര ഇഡി അന്വേഷിച്ചിട്ടും എത്ര കാലമായി, കഴിഞ്ഞ 10 വർഷക്കാലമായി നിരന്തരമായി കേരളത്തിൽ അധികാരത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായി വിവിധ ഏജൻസികളെ കൊണ്ട് എത്ര അന്വേഷണം നടത്തി. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ ഏജൻസികൾ കേരളം എന്ന് പറഞ്ഞ കൊച്ചു സംസ്ഥാനത്ത് വട്ടമിട്ട് പറഞ്ഞിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ കോൺഗ്രസ് പാർട്ടി എന്തിനാ വിഷമിക്കുന്നേ? പിണറായി വിജയനെതിരായ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് നടപടിയുമായി ഇടി പോകത്തില്ലേ? ഒന്നുമില്ലാതിരിക്കുന്ന അവസരത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്ര വിഷമം ആ കാര്യത്തിൽ. ഓക്കെ, ഞാൻ സുഭാഷ് പട്ടാഴിയിലേക്ക്. സുഭാഷ് പട്ടാഴി, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാനില്ല, നിങ്ങളുടെ സഖ്യകക്ഷിയുടെ ഭാഗമായി മത്സരിക്കാൻ ആളെ കിട്ടാനില്ല, കോൺഗ്രസിൽ കിട്ടാവുന്ന ആൾക്കാരെ മുഴുവൻ നിങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്നു. പക്ഷേ കോൺഗ്രസിൽ എല്ലാവരും ഉപേക്ഷിക്കാൻ വെച്ചിരിക്കുന്ന ഈ ആക്രി കച്ചവടത്തിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളെയാണ് നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതെന്നാണ് കോൺഗ്രസ്സുകാരുടെ പ്രധാനപ്പെട്ട വിമർശനം. ഇവിടെ നിങ്ങൾ നിർത്തിയിരിക്കുന്നതും കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ BJP-യുടെ BDJS-ന്റെ കുപ്പായം കെട്ടിച്ചിട്ടിരിക്കുന്നത്. എന്ത് രാഷ്ട്രീയമാണ് സാർ നിങ്ങൾ പറയാൻ പോകുന്നത്? നമ്മൾ ഈ പറയുന്നത് പോലെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംഭവം ഈ രാജ്യത്ത് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. ആദ്യത്തെ അതിൻ്റെ ഒരു തെളിവാണ് 2 രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ഈ അഭിപ്രായ തർക്കം. രാഹുൽ ഗാന്ധി പറയുന്നു പിണറായി വിജയനെ പിടിച്ചകത്തിടണം. ഇവിടെ കോൺഗ്രസ് പറയുന്നു ഇന്ത്യ മുന്നണിയിലാണ് CPM. അപ്പോൾ ഈ നിലപാടൊന്നുമില്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംഭവം ജനങ്ങളുടെ മനസ്സിലില്ല. മനസ്സിലുള്ളത് NDA ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 400 സീറ്റ് പിടിക്കുമോ 450 സീറ്റ് പിടിക്കുമോ എന്ന തർക്കം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ അല്ല, താങ്കൾ പറഞ്ഞ പോലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം തന്നെയല്ലേ പറയുന്നത് 400 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ? അല്ല, അത് ഞാൻ പറയട്ടെ, 400 പിടിക്കുമോ 450 പിടിക്കുമോ എന്നുള്ള ഒരു സംശയം മാത്രമേ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ഉള്ളൂ, ഇവിടുത്തെ ജനങ്ങൾക്ക് സംശയമുള്ളൂ. ഞാൻ പറഞ്ഞത് പിന്നെ ആക്രികള് എന്ന് പറഞ്ഞ് ജനാധിപത്യത്തിൽ ഒരാളെയും നമ്മൾ വിമർശിക്കാൻ പാടില്ല. അല്ല, താങ്കളുടെ വാക്കായിട്ട് അതൊരിക്കലും വരാൻ പാടില്ല. UDF-ന്റെ ആരോപണമായിരിക്കാം, പക്ഷെ താങ്കളുടെ ഒരു സ്വന്തം ഫേസ്ബുക്കിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയരുത്. ആക്രി എന്ന് പറയുകയാണെങ്കിൽ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഞങ്ങളുടെ കൂടെ പാർട്ടി ഓഫീസ് ഒലിച്ചിങ്ങി പോകുന്നത്. അപ്പൊ അവരെല്ലാം ആക്രികളാണോ? അതായത് UDF-ന്റെ സോഷ്യൽ മീഡിയയിൽ അഡ്മിനിസ്ട്രേറ്ററെ പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. പത്മജ വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടായി? തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നല്ലോ, ഇവിടെ രാഷ്ട്രീയത്തിലെ ഒരു വ്യക്തിയെ ഞങ്ങൾ വില കുറച്ച് കാണുന്നില്ല. പത്മജ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ കരുണാകരന്റെ മകളാണ്. അവര് BJP-യിലേക്ക് വന്നു കഴിയുമ്പോൾ അവരൊന്നുമല്ല. നേരത്തെ കോൺഗ്രസിന്റെ MLA ആയിരുന്നില്ലേ? സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടില്ലേ? MLA ആയിരുന്നില്ല, MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നില്ലേ? പഞ്ചായത്ത് പോലും ആയില്ല. സ്ഥാനാർത്ഥിയായിട്ട് പല മണ്ഡലങ്ങളും മത്സരിച്ചിരുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ കണ്ണുവയ്ക്കുന്ന നേതാക്കൾക്ക് രാഷ്ട്രീയ പ്രാധാന്യമില്ല. മകളല്ല എന്ന് പറയരുത്. BJP വന്നതുകൊണ്ട് കരുണാകരന്റെ മകളല്ല എന്ന് കോൺഗ്രസ്സുകാർ പറയരുത്. അത് പക്ഷേ കരുണാകരന്റെ പേരിൽ നിങ്ങൾ വെച്ച് കിട്ടണ്ട. കരുണാകരൻ അന്നും ഇന്നും അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു ജനങ്ങളുടെ മനസ്സിൽ. ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. മകളാണ് BJP-യിലേക്ക് വന്നത്. അത് വേറെ, മകൾ വേറെ, അച്ഛൻ വേറെ. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നോക്കൂ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഈ ഗ്യാരണ്ടി ആയിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാവേലിക്കരയിൽ എന്താണ് അവസ്ഥ? മാവേലിക്കരയിലെ അവസ്ഥ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഈ മാവേലിക്കരയിൽ MP ആയിട്ട് നിൽക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ്, മാവേലിക്കര മാത്രമല്ല അടൂരായിരുന്നപ്പോഴും ഒക്കെ ഈ മണ്ഡലത്തിൽ എന്ത് വികസന പ്രവർത്തനം നടത്തി. അപ്പൊ എനിക്ക് തോന്നുന്നു മാവേലിക്കരയുടെ പേര് അനർത്ഥമായത് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് കൊണ്ടായിപ്പോ. വർഷത്തിലൊരിക്കലല്ലേ അദ്ദേഹം വരുന്നത്, വർഷത്തിലൊരിക്കലാണ് ഈ മാവേലിക്കരയിൽ അദ്ദേഹം വരുന്നത് എന്നുകൊണ്ട് മാവേലിക്കരയുടെ പേര് അനർത്ഥമായി എന്നല്ല. അല്ലാതെ കൊടിക്കുന്നിൽ സുരേഷ് ഈ നാട്ടിലെ ഹൈമാസ്റ്റ് ലൈറ്റ്സിന്റെ കുറെ വികസനം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ആ ലൈറ്റുകളൊക്കെ 90% ഇന്ന് കണ്ണടച്ചു കഴിഞ്ഞു. അപ്പൊ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് യാതൊരു വികസനവും ഇവിടെ. നോക്കൂ, മാവേലിക്കരയുടെ പേര് അനർത്ഥമായത് കൊടിക്കുന്നിലിന്റെ പേരിലൂടെയാണ് എന്നുള്ളൊരു ട്രോളാണ് അദ്ദേഹം പറഞ്ഞത്. മറുപടി അതിനകത്ത് ഒരു വാസ്തവമില്ല. നമ്മുടെ ഈ നിയോജക മണ്ഡലം വളരെ വ്യത്യസ്തതകളുള്ള ഒരു നിയോജക മണ്ഡലമാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ചു, കശുവണ്ടി തൊഴിലാളികളുണ്ട്, റബ്ബർ കർഷകരുണ്ട്, കുട്ടനാട്ടിലെ നെൽകർഷകരുണ്ട്, അതുപോലെ തന്നെ പ്രവാസികളുണ്ട്. എല്ലാ സമസ്ത തലത്തിലുള്ള ആളുകളെയും സ്പർശിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. കശുവണ്ടി തൊഴിലാളികളുടെ മിനിമം പെൻഷൻ 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ച MP ആണ് ലേബർ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത്, കേന്ദ്ര ലേബർ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് കുട്ടനാട്ടിലെ കർഷകർക്കൊപ്പം താങ്ങുവിലയ്ക്ക് വേണ്ടി സമരം ചെയ്യുകയും
10 വർഷത്തിന് മുമ്പുള്ള കഥയല്ലേ അല്ല, സാർ? ഇപ്പോഴും ആ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. കേന്ദ്രമന്ത്രിയായിട്ട് ഇരുന്നത് 10 വർഷത്തിന് മുമ്പല്ലേ? അതെ, അതും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ പത്തനാപുരത്ത് റബ്ബർ പാർക്ക് എന്ന് പറയുന്ന 2000 ആളുകൾക്ക് പ്രത്യക്ഷമായും 3000 ആളുകൾക്ക് പരോക്ഷമായും ജോലി കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു കാര്യം പ്രവാസികൾക്കായി. അല്ല, ഒരു നിമിഷം, എന്തോ ചോദിച്ചു സുഭാഷ്, എന്തോ ചോദിച്ചു. എവിടെയാണ് സുഭാഷ് ചോദിക്കുന്നു, ആ റബ്ബർ പാർക്ക് എവിടെയാണ്? അതിന്റെ പ്രവർത്തനങ്ങൾ 90% അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ അംഗീകാരമായി അതിന്റെ പ്രവർത്തനങ്ങൾ ഏകദേശം 90% പൂർത്തിയായിരിക്കുന്നു. അതായത് വ്യക്തമായി പറഞ്ഞാൽ പത്തനാപുരത്ത് ഒരു റബ്ബർ പാർക്ക് സ്ഥാപിച്ചു കഴിഞ്ഞോ? എവിടെ അതിന്റെ പ്രവർത്തനം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനം പുരോഗമിച്ചോ? നിർമ്മാണ പ്രവർത്തനം എവിടെ? പത്തനാപുരത്ത് എവിടെ? പത്തനാപുരത്ത് ഏത് സ്ഥലമാണെന്ന് പറ. പറഞ്ഞോ, മൈക്കോട്ട് പറഞ്ഞോ. ഹലോ, അവിടെ ഈ പറഞ്ഞത് ബഹുമാന്യ യു ഡി എഫിന്റെ പ്രതി തിരുത്തണം. അവിടെ അങ്ങനെ ഒരു പാർക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? അതിന് ഗവൺമെന്റിന് അംഗീകാരം വാങ്ങിക്കുകയും അതിന്റെ ഫണ്ട് അനുവദിക്കുകയും അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? താങ്കൾ അങ്ങനെ ഒരു പാർക്ക് കണ്ടിട്ടേ ഇല്ലേ? അവിടെ പ്രവർത്തനം നടന്നിട്ടില്ല. നിർമ്മാണ പ്രവർത്തനം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല. കൊടിക്കുന്നിൽ സുരേഷിന്റെ പോസ്റ്റാണിത്. 2000 പേർക്ക് തൊഴിൽ കൊടുത്തു, 3000 പേർക്ക് പോസ്റ്റിലാണ്ട്. നിങ്ങൾ നോക്ക്, നിങ്ങൾ എന്തൊരു മര്യാദ. പത്തനാപുരത്ത് റബ്ബർ പാർക്ക് യാഥാർത്ഥ്യമാക്കിയ കൊടിക്കുന്നിൽ സുരേഷാണ്. എവിടെയാണ്? അതായത് സുഭാഷ് നോക്കൂ, പിറവന്തൂർ പിറവന്തൂരിൽ അല്ലേ 90% പൂർത്തിയായോ? കെട്ടിടം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു പണി. അടിസ്ഥാന ഫൗണ്ടേഷൻ കിട്ടിയോ? ഫൗണ്ടേഷൻ കെട്ടിയത് പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടം ഉയർന്നു. കെട്ടിടത്തിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ നമ്മുടെ പണി വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതല്ല. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് MP വളരെ വ്യക്തമായ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. റബ്ബർ പാർക്ക് മാത്രമല്ല, റെയിൽവേ ആയിട്ടും എന്ത് വികസനമായാലും നിങ്ങൾ ഈ ലൈറ്റിന്റെ പ്രശ്നം മാത്രം പറയരുത്. കൊടിക്കുന്നിൽ സുരേഷ് ഈ മാവേലിക്കര നിയോജകമണ്ഡലത്തിലും അടൂർ നിയോജകമണ്ഡലത്തിലും പണ്ട് ഞാൻ ഒരു കഥ പറയാം. PK കൊടിയൻ ഈ CPIയുടെ ഒരു നേതാവായിരുന്നു PK കൊടിയൻ. എന്റെ കൊച്ചുനാളി MP എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് ഈ മണ്ഡലത്തിന്റെ MP ആയതിനു ശേഷമാണ് ഈ പാർലമെന്റിൽ അടൂർ നിയോജകമണ്ഡലത്തിൽ മാവേലിക്കര നിയോജകമണ്ഡലത്തിൽ ഇത് ഏത് ഒരു MP ഇത് കാണിച്ചു. അല്ല, അത് മാത്രമല്ല സർ, എനിക്ക് അദ്ദേഹത്തിന്റെ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ 90% പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഇത് ഈ പറയുന്ന ഇപ്പൊ ഈ പരിപാടി നടക്കുന്ന പത്തനാപുരം മണ്ഡലത്തിലാണ്. ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പച്ചക്കള്ളം പറയരുത്. ഇവിടെ നിന്ന് പച്ചക്കള്ളം അല്ല, നടക്കുന്നു എന്നത് പൂർണ്ണമായ ഉത്തരവാദിത്വത്തോട് കൂടി എംപിയുടെ പ്രചരണം മറ്റു മണ്ഡലത്തിൽ ഒരു കുരിയോട്ടുമല എന്ന് പറയുന്ന സ്ഥലത്താണ് പഞ്ചായത്തിലെ കുരിയോട്ടുമല. കുരിയോട്ടുമലയിൽ ഞങ്ങൾ കാണാൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇറക്കിയ പ്രേരണപത്രികയിലും പറഞ്ഞു പിറവന്തൂരിൽ റബ്ബർ പാർക്ക് ആരംഭിച്ചു. എന്താ പറഞ്ഞേ? ആരംഭിച്ചു. അവിടെ അന്നില്ല. ഇപ്പം വീണ്ടും പറയുന്നു പണി നടന്നുകൊണ്ടിരിക്കും. ശുദ്ധ കള്ളം പറയുക. ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. 2014 കൊടിക്കുന്നിൽ സുരേഷ് ഈ റബ്ബർ പാർക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നോ? ആ കാലഘട്ടം ഇത് ചെറിയ 10 വർഷമായിട്ടൊരു പാർക്ക് പറ്റിയിട്ടില്ലേ നമുക്ക്? ആ ഫണ്ട് എവിടെ? ഞാൻ വരാം. അത് മുമ്പ് മാവേലിക്കര മണ്ഡലത്തിൽ എന്താ രാഷ്ട്രീയം? ആരെ ജയിക്കാനാണ് സാധ്യത? എന്തുകൊണ്ട് അരുൺകുമാർ? റബ്ബർ പാർക്ക്, ഹൈമാസ്റ്റ് ലൈറ്റ്, പഞ്ചായത്തിന്റെ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കാനായിട്ട് 2 ലൈറ്റ് കൊണ്ടുപോകും. ഒരു നിമിഷം ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല.
എന്തുകൊണ്ട് നടക്കത്തില്ലേ? നടക്കുന്നില്ല. സംസ്ഥാന സർക്കാരല്ലേ ഇവിടെ ഭരിക്കുന്നത്? സംസ്ഥാന സർക്കാരല്ല, പക്ഷേ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ഒറ്റ ഫണ്ട് ഇവിടെ ഞങ്ങളെ സംസ്ഥാന സർക്കാരും ഞങ്ങളുടെ ബഹുമാന്യനായ MLA ഗതാഗത വകുപ്പുണ്ട്. ആ വികസനം ഞങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ നടത്തുന്നുണ്ട്. എംപിയുടെ ഭാഗത്തുനിന്ന് വികസനമില്ല. ഈ ബഹുമാനപ്പെട്ട ഇവിടെ നമ്മുടെ ഗണേഷ് കുമാറിന്റെ പാർട്ടിയുടെ ആള് തന്നെ പറയുന്നു പത്തനാപുരത്തും വികസനമില്ലെന്ന്. നമ്മളെന്താ ചെയ്യുന്ന പറയുന്നത്? പത്തനാപുരത്ത് വികസനമില്ലെന്ന്. എംപിയുടെ വികസനമില്ല. എംപിയുടെ വികസനം MBA എംപിയുടെ വികസനമില്ല. MBA കാണാനേ ഇല്ല. എംപിയുടെ വികസനം മാവേലിക്കരയിലില്ല. അദ്ദേഹം 30 വർഷക്കാലമായിട്ട് ഇവിടുത്തെ MB ആയി പ്രതിനിധീകരിച്ചിട്ട് ഇവിടെ ഈ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഈ പറഞ്ഞ പോലെ റബ്ബർ പാർക്ക് അന്ന് അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്. ഇത് നടപ്പിലാക്കിയിട്ടില്ല. അവർക്ക് തന്നെ ആശയക്കുഴപ്പമാണ്. ആദ്യം പറഞ്ഞു പിറകുന്തൂരാണെന്ന്, പിന്നീട് പറഞ്ഞു കുര്യോട്ടുമലയിലാണെന്ന്. വികസന പദ്ധതികൾ നടത്തിയിട്ടില്ല. 7 വർഷമായി MPയുടെ ഫണ്ട് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ എന്ത് ഇവിടെ നടത്തിയെന്ന് അദ്ദേഹം പറയേണ്ടിയിരിക്കും. നമ്മുടെ റബ്ബർ പാർക്ക് പിറവന്തൂരാണ്. പിറവന്തൂര് കുരുവോട്ടമല റബ്ബർ പാർക്ക് 90% പണി കഴിഞ്ഞു. അത് സത്യമുള്ള കാര്യമാണ്. 90% പണി കഴിഞ്ഞു. ഈ രണ്ടാമത്തെ കാര്യം പറയാം, പത്തനാപുരം MLA കാര്യം പറയല്ലോ. ഞാൻ കൂടെ താലൂക്ക് ആശുപത്രി സ്വന്തമായിട്ട് താലൂക്ക് ആശുപത്രി ഇല്ല. താലൂക്ക് ആശുപത്രി ആകെ നിയമം പത്തനാപുരം മാത്രമേ ഉള്ളൂ. താലൂക്ക് ആശുപത്രി ഇല്ല. പിന്നെ ഇവിടെ ഇവിടെ ആദ്യമായിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൊണ്ടുവന്നത് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ഫണ്ടാണ്. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലെ MPയുടെ ആദ്യത്തെ ഫണ്ട് ഉണ്ട്. പ്രാഥമിക ആരോഗ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ നിന്ന് കൊടിക്കുന്നിൽ പോകുന്നതാണോ അരുൺകുമാർ പോകുന്നതാണോ നല്ലത്? ഇവിടെ കൊടിക്കുന്നിൽ തന്നെ പോകുന്നത് നല്ലത്. എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ്? വികസന പ്രവർത്തനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്നോ ഇവിടെ? എന്താ കൊടിക്കുന്നിൽ സുരേഷിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച്? സമാധാനം അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എല്ലാം സമാധാനം ഉണ്ടാകണം. പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്ന് കേരളത്തിലെ ഇന്ത്യയിലെ MPമാർക്ക് മാതൃകയായി പ്രവർത്തിച്ച ഒരു MPയാണ് കൊടിക്കുന്നിൽ സുരേഷ്. അങ്ങനെ തന്നെയാണോ? മാതൃകയാണോ? അങ്ങനെ തന്നെ ആണ്. കൊടിക്കുന്നിൽ മാതൃകയാ. ഓക്കെ, കൊടിക്കുന്നിൽ മാതൃകയാണോ? ഞാൻ വരാം ഒരു നിമിഷം. വീട്ടിലിരുന്ന മാതൃക കാണിച്ചത് ഈ ലൈറ്റ് കൊടുക്കുന്നിൽ കൊണ്ടുവന്നേ പറഞ്ഞു. നിങ്ങൾ കൊണ്ടുവന്ന ലൈറ്റ് അല്ലേ ഇത്? ആ പുള്ളി പറഞ്ഞത് ഈ ലൈറ്റ് കൊടുക്കുന്നിൽ കൊണ്ടുവന്നേ. വളരെ പെട്ടെന്ന് ചെറിയ ഇടവേളയ്ക്ക് വരാം. ഞങ്ങളുടെ ലൈറ്റ് ഞങ്ങളുടേതാണ് കേട്ടോ. അപ്പൊ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. ദേശീയ വിഷയങ്ങളും മണ്ഡലത്തിന്റെ പ്രാദേശിക വികസന വിഷയങ്ങളും ചർച്ചയാവുന്ന മാവേലിക്കര മണ്ഡലത്തിലെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. റിപ്പോർട്ടർ കുരുക്ഷേത്രം മാവേലിക്കരയിൽ നിന്ന് ആർക്കൊപ്പം? അഡ്വക്കേറ്റ് സി അരുൺകുമാറിനൊപ്പം. എന്തുകൊണ്ട്? അദ്ദേഹം വിദ്യാസമ്പന്നനാണ്. പിന്നെ കൊടിക്കുന്നിൽ സുരേഷ് ആണല്ലോ. കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണ പോയാൽ നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് വരുന്നതെങ്കിലും അവർക്ക് സത്യപ്രതിജ്ഞ കൊടുക്കുന്ന പ്രോട്ടസ്റ്റ് സ്പീക്കറാണ്. സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഏറ്റവും മിടുമിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഡ്വക്കേറ്റ് സി അരുൺകുമാർ. യാതൊരു സംശയവും. കൊടിക്കുന്നിൽ സുരേഷ് എന്താ കുറവ്? കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ ഒരു സെക്കൻഡ് സാർ, എനിക്ക് ചോദിക്കാനുള്ള UDFന്റെ പ്രതിനിധിയോടാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് നമ്മുടെ മാവേലിക്കര പാർലമെന്റിന്റെ സാരഥിയായിട്ട് MP ആയിട്ട് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. നമുക്കറിയാം, നമ്മൾ ചാനൽ ചർച്ചയിലൂടെ എല്ലാം കേട്ടുള്ള അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹം വഹിക്കാത്ത ചുമതലകളില്ല എന്നുള്ളതാണ്. അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ 2 പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് നമ്മുടെ കശുവണ്ടി മേഖലയും അതേപോലെ NRES തൊഴിലുറപ്പ് പദ്ധതി. ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായിട്ട് അവരുടെ ക്ഷേമകാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ പിന്നെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടോ ESI ആനുകൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് ഒരു പരിരക്ഷ അദ്ദേഹം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തതെന്നാണ് എന്റെ ഒരു ചോദ്യം. അതിനോടൊപ്പം ഒരു ചോദ്യം കൂടെ, നമ്മുടെ കശുവണ്ടി മേഖല തകർച്ചയിൽ കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കശുവണ്ടി പാക്കേജ്, ഇറക്കുമതി ഉൾപ്പെടെയുള്ള പാക്കേജ് അദ്ദേഹം എന്തുകൊണ്ട് ഇവിടെ നടപ്പാക്കിയില്ല? അതിനോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, ഒരു സെക്കൻഡ്, 1989 അദ്ദേഹം ആദ്യത്തെ MP ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ആമണേശ്വരം റെയിൽവേ മേൽപ്പാലം, മണ്ണാങ്കുഴി പാലം, ഈ 2 മേൽപ്പാലങ്ങൾ നാളിതുവരെയായിട്ട് സാധ്യമാക്കി തന്നിട്ടില്ല. എന്താ മൊത്തത്തിൽ അപ്പൊ ആര് വരണം എന്നാണ്? സി അരുൺകുമാർ. ഓക്കെ ചേട്ടാ, ഇവിടെ BJP പ്രതിനിധി ഉണ്ടായിരുന്നല്ലോ. എന്താ ബൈജു കലാശാല വരണം എന്ന് പറയുന്ന കാര്യം എന്താ? ബൈജു കലാശാല നല്ല സ്ഥാനാർത്ഥിയാണ്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്. CPM-നെ സംബന്ധിച്ച് വോട്ട് ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് നാട്ടിലിറങ്ങിയിട്ട്. CPM-ന്റെ സ്ഥാനാർത്ഥി വീടുകളിൽ CPM-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിച്ച് ചെല്ലുന്ന പല വീടുകളിൽ നിന്ന് പോലും ചൂടുവെള്ളം ഏറ്റുവാങ്ങി പോകേണ്ട അവസ്ഥയാണ്. അല്ല, ചായയല്ല, നല്ല തിളച്ച ചൂടുവെള്ളമാണ് വാർഡ് മെമ്പർമാർ വരക്കെ ഏറ്റിട്ട് പോകുള്ളത് പല സ്ഥലങ്ങളിലും. ഇപ്പൊ
ചോദിച്ചിട്ടുണ്ടോ? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്രമാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അവസ്ഥ ഇതാണ്. പെൻഷൻ ഈ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിട്ട് ഗ്യാസ് വേണ്ടേ? ഗ്യാസിന് വില കുറവുണ്ടല്ലോ. ഉജ്ജൽ യോജന വഴി സൗജന്യമായി ഗ്യാസ് കൊടുക്കുന്നുണ്ട്. സൗജന്യമായി ഗ്യാസ് കൊടുക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഉജ്ജൽ യോജനയിലൂടെ എത്ര കോടി ആളുകൾക്ക് സാറും പറഞ്ഞിട്ടുള്ളതല്ലേ? ശരി 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 ബാക്കിയൊക്കെ മറുപടി അവര് പറയും. ഒരു കുറ്റി വിട്ടും എന്നെ കുറ്റി വിടത്തില്ല. പറഞ്ഞോ കൊടിക്കുന്നിൽ ഹലോ പറഞ്ഞോ. കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ വരുന്ന സമയത്ത് 35 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാനാർത്ഥിയായി 35 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാനാർത്ഥിയായി ഇവിടെ വരുന്ന സമയത്ത് ചെറ്റക്കുടിലെ മാണിക്യം ഒന്നും പറഞ്ഞിട്ടാണ് ഇവിടെ ആദ്യം വന്നതും അധികാരത്തിൽ വരുന്നതും. പക്ഷെ ഇന്ന് അദ്ദേഹം കോടീശ്വരനായി നിൽക്കുമ്പോ നിങ്ങൾ ഒരു കാര്യം ഒരെണ്ണം അല്ല പോട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഓക്കി വന്നു, വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഇവിടെ എല്ലാവരും ദുരിതത്തിലായിരുന്നു. ആ ദുരിതത്തിലായിരുന്ന സമയത്ത് ഈ കൊടിക്കുന്നിൽ സുരേഷ് നമുക്ക് തന്ന റേഷൻ ഉൾപ്പെടെ ഉള്ളത് കേന്ദ്ര ഗവൺമെന്റ് പൈസ തിരിച്ചു മേടിച്ചപ്പോ ഒരക്ഷരം പോലും മിണ്ടാത്ത കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ നിന്ന് ഇനിയും ജയിച്ചാലും നമുക്ക് അനുകൂലമായിട്ടായിരിക്കത്തില്ല, ഈ NDA ഗവൺമെന്റ് അനുകൂലമായിട്ടായിരിക്കും നിൽക്കുന്നത്. അങ്ങനെയാണോ? ഒരു നിമിഷം പിടിക്കല്ലേ. ഇവിടെ ഈ കശുവണ്ടി മേഖലയിലെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തെക്കേത്തേരി ഭാഗത്ത് പട്ടാഴി ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറേ അവിടെ കശുവണ്ടി ഫാക്ടറി കൊടിക്കുന്നിൽ സുരേഷും ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ R രശ്മിയും കൂടി ഇടപെട്ട് ആ കശുവണ്ടി ഫാക്ടറി തുറന്നപ്പോൾ പ്രവർത്തനം ആരംഭിക്കുന്നു. ഒരു ചോദ്യം കൂടി. കശുവണ്ടിയുടെ കാര്യം പറഞ്ഞു. പട്ടാഴി കശുവണ്ടി ഫാക്ടറിയിലെ ഗവൺമെന്റ് കൂലി വർദ്ധിപ്പിച്ച കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ കൊടിക്കുന്നിൽ സുരേഷ് നെറ്റ്മിയോട് ചെന്ന് പറഞ്ഞു അത് വേണ്ട, പഴയ കൂലി മതി എന്ന് പറഞ്ഞ് തുറപ്പിച്ചു. എന്നിട്ട് ഈ കൊടിക്കുന്നിൽ സുരേഷ് വെല്ലുവിളിക്കാണ്. തലമൂര് കശുവണ്ടി ഫാക്ടറി ഇപ്പൊ അടച്ചു. കൊടിക്കുന്നിൽ ആ മണ്ഡലത്തിലുള്ള ആളല്ലയോ, എന്താ ചെയ്യാൻ? കൊടിക്കുന്നിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം, സിറ്റിംഗ് എംപിക്കെതിരെ ഒരു വികാരം ഉണ്ടോ മാവേലിക്കരയിൽ? കൊടിക്കുന്നിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരവും നിലനിൽക്കുന്നില്ല. അദ്ദേഹമാണ് ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം കേൾക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക് മിനിമം പെൻഷൻ അനുവദിച്ച അദ്ദേഹം മിനിസ്റ്ററായിട്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അത് അനുവദിച്ചത്. പാരിപ്പള്ളി ESI ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ കോളേജായിട്ട് ഉയർത്തിയത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് സഹായം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചെങ്ങന്നൂരിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം അദ്ദേഹമാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. ട്രെയിനുകളുമായി ബന്ധപ്പെട്ട് വേളാങ്കണ്ണി എക്സ്പ്രസ്, പാലരുവി എക്സ്പ്രസ്, തിരുപ്പതി കൊല്ലം എക്സ്പ്രസ്, കൊല്ലം ചെങ്കോട്ട എക്സ്പ്രസ് ഇങ്ങനെയുള്ള പുതിയ ഒരുപാട് എക്സ്പ്രസുകൾ അദ്ദേഹം സ്ഥാപിച്ചു. റെയിൽവേ വികസനത്തിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ ഒരു എയർപോർട്ടിന്റെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് വികസിപ്പിച്ചതിൽ അദ്ദേഹം കൊടിക്കുന്നിൽ സുരേഷാണ് ചെയ്തത്. നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആസ്ഥാനം സ്ഥാപിച്ച അദ്ദേഹമാണ്. ഏറ്റവും ഉജ്ജ്വലമായി അവിടെ പ്രവർത്തനങ്ങൾ നടന്നു. കൊട്ടാരക്കരയിൽ നവോദയ വിദ്യാലയം അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അടൂരിലെ കേന്ദ്രീയ വിദ്യാലയം അദ്ദേഹമാണ് കൊണ്ടുവന്നത്. ഏറ്റവും പ്രധാനമായി കൊട്ടാരക്കരയിൽ ഒരു SC/ST കോടതി കൊണ്ടുവന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. അതുവരെ തൃശ്ശൂർ മറുപടി പറയും മുമ്പ് ഈ 2019 ശേഷം സംഭവിച്ചത്, ഒരു നിമിഷം സാർ, 2019 ശേഷം സംഭവിച്ച എന്തെങ്കിലും പറയാമോ? 2019 ശേഷം മണ്ഡലത്തിൽ സംഭവിച്ചത് ഒരെണ്ണം പറയാമോ? ഉണ്ട്. ഏതാണ്? ESI ആശുപത്രികൾക്ക് കെട്ടിടം നിർമ്മിച്ചു കൊടുത്തത്. ESI ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിച്ചു കൊടുത്തു. ഇവിടെ കൊട്ടാരക്കരയിൽ മിലിറ്ററി ക്യാന്റീൻ സ്ഥാപിച്ചു. 2 നാഷണൽ ഹൈവേകൾക്ക് നേതൃത്വം കൊടുത്തു. 2 നാഷണൽ ഹൈവേകൾക്ക് കൊല്ലം തേനി നാഷണൽ ഹൈവേ, വണ്ടിപ്പെരിയാർ നാഷണൽ ഹൈവേ. ഇത് എഴുതി കൊടുത്ത് പറയാന്നുള്ളതല്ലാതെ വേറെ കാര്യമില്ല. പക്ഷെ പത്തനാപുരത്തെ സംബന്ധിച്ച് അറിയാം, എഴുതി കൊടുക്കാനുണ്ടല്ലോ. കൊടിക്കുന്നിൽ സുരേഷിനെതിരായ അതിശക്തമായ വികാരം നിലനിൽക്കുന്നുള്ള യാഥാർത്ഥ്യം അത് മാറ്റിവെക്കുന്നതിന് വേണ്ടി മറച്ചു വെക്കാൻ വേണ്ടിയുള്ള ഇല്ലാ കഥകൾ പറയുക. പറയുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും കഴിഞ്ഞ ആരോട് പറഞ്ഞ പോലെ പത്തനാപുരത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് നമ്മുടെ ആമേശ്വരം മേൽപ്പാലം. ആർക്കും പോയി കാണാമല്ലോ. മേൽപ്പാലത്തിന് ഫണ്ട് അനുവദിക്കുന്ന റെയിൽവേ അല്ലേ സാർ? റെയിൽവേയുടെ മേൽപ്പാലം റെയിൽവേ അനുവദിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് അനുവദിക്കാത്തതുകൊണ്ടാണ്.
ചോദിച്ചു. ശരി പറഞ്ഞോ. അരുണ് വേറെ നാട്ടുകാരനല്ലല്ലോ, പറഞ്ഞോ. കൊല്ലം ജില്ലക്കാരനാണല്ലോ. പറഞ്ഞോളൂ. ആമണീശ്വരത്ത് മേൽപ്പാലം ഇല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞോ. ആമണീശ്വരത്ത് മേൽപ്പാലം ഇല്ല, മണ്ണായിക്കോണം മേൽപ്പാലം ഇല്ല. ശരി, യാഥാർത്ഥ്യം പറയുന്നേ. പെറവന്തൂർ റബ്ബർ പാർക്ക് ഇല്ല. കുട്ടനാട് പാക്കേജ് തകർത്തു. ഒന്നാം കുട്ടനാട് പാക്കേജ് കൊടിക്കുന്ന് സുരേഷ് തകർത്തു. പി ജെ ജോസഫുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അതിനെനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷെ ഞാനതോടെ പറയുന്നില്ല. ഒരു നിമിഷം ശ്രീ സുഭാഷ്, ഈ സിറ്റിംഗ് എം പി ആയ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് NDAക്ക് അനുകൂലമാകുന്നത് എങ്ങനെ? തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ശക്തമായ ജനവികാരം ഉണ്ട് എന്നുള്ളതിൽ അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇവിടെ കഴിഞ്ഞ ഒരു നമ്മൾ 10 വർഷക്കാലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യാതൊരു വികസനവും ഉണ്ടായിട്ട് ഈ നാട്ടിൽ ആർക്കും പറയാൻ സാധിക്കില്ല. രണ്ടാമത്തെ വിഷയം, അത് LDFന് അനുകൂലമായിട്ട് എങ്ങനെ മാറും? ഇപ്പൊ സപ്ലൈകോ ചെന്നുള്ള സാധനങ്ങളില്ല. ക്ഷേമ പെൻഷൻ 8 മാസത്തെ കൊടുക്കാൻ കുടിശ്ശികയുണ്ടായിരുന്നു. അതിലെ 3 മാസത്തെ 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക. പിന്നെ നമ്മളെ മറ്റൊന്നുകൂടി കാണണം, ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തിരിക്കുക ക്ഷേമ പെൻഷൻ അവകാശമല്ല, സർക്കാരിന്റെ ഔദാര്യമാണ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്ഷേമ പെൻഷൻ 5 മാസം കുടിശ്ശികയുള്ള ഇനി കിട്ടുമോ? കേരളത്തിന്റെ ധനകാര്യമന്ത്രി എന്താ പറയുന്നത്? കേരളത്തിന്റെ ധനകാര്യമന്ത്രി പറയുന്നു ഇനിയുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കും. പക്ഷെ ബാക്കിയുള്ള കിട്ടാനുള്ള 5 മാസത്തെ കിട്ടുമോ? ഇനി അത് ജനങ്ങൾക്ക് സംശയമായിരിക്കുന്നു. സപ്ലൈകോയിൽ സാധനങ്ങളില്ല. എന്തിനു പറയുന്നു? ഇന്ന് നമ്മൾ പത്തനംതിട്ടയിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ കരണ്ട് കട്ട് ചെയ്തു. ഡി ഓഫീസിന്റെ കരണ്ട് കട്ട് ചെയ്തു. എന്താ കാരണം? ഏതാണ്ട് 6 മാസത്തെ കുടിശ്ശികയാണ് കരണ്ട് കട്ട്. അപ്പൊ ഈ കേരളത്തിലെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, അതെങ്ങനെ LDFന് അനുകൂലമായിട്ട് മാറും? പക്ഷെ ആ സമയത്ത് ചിന്തിക്കുന്നത് എന്താണ്? NDA നരേന്ദ്രമോദി സർക്കാർ ഈ കേന്ദ്രത്തിലെ അധികാരത്തിൽ വരാൻ പോകുന്നു. ഈ രാജ്യത്ത് താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് പാവപ്പെട്ടവർക്ക് 5 കോടി വീട് വെച്ച് നൽകിയ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇനി അതുകൂടെ പറയാം. ഇവിടെ ജലജീവൻ ഒരു സംശയം സുഭാഷ്, നോക്കൂ, കർഷകർ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. നിങ്ങൾ കർഷക വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചുവെന്ന് പ്രതിപക്ഷവും കർഷകരും ഒരുമിച്ച് കർഷക സംയുക്ത മോർച്ചയുടെ പേരിൽ നിങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന സമയമാണ്. കർഷകരുടെ പേരിലുള്ള ഒരു വോട്ട് നിങ്ങൾക്ക് കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. കർഷകരെ പറയട്ടെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് 15 കോടി കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പിണറായി വിജയന്റെ ക്ഷേമ പെൻഷൻ പോലല്ല, കൃത്യമായിട്ട് ആ പണം വർഷത്തിലുള്ള 6000 രൂപ 15 കോടി കർഷകർക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ കേരളത്തിൽ കർഷകർക്ക് 6000 രൂപ പറഞ്ഞല്ലോ. എന്റെ ഒരു ചോദ്യം, ഗുജറാത്തിലെ ക്ഷേമ പെൻഷൻ എത്ര? ഗുജറാത്തിലെ ക്ഷേമ പെൻഷൻ എത്ര? യുപിയിൽ എത്ര? പറയട്ടെ, അവിടുത്തെ കൂലി എത്ര? അതിലേക്ക് വരാം. ഞാൻ ഇവർ രണ്ടുപേരോടും ചോദിക്കുന്നു, കുട്ടനാട് പാക്കേജ് രണ്ടുപേരോട് നടപ്പാക്കിയിട്ട് എന്ത് സംഭവിച്ചു? കേരളത്തിൽ കുട്ടനാട് പാക്കേജ് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, കുട്ടനാട് പാക്കേജ് തുടങ്ങുന്നതിന് മുമ്പ് കർഷകന് 2ാമതും 3ാമതും കൃഷി ചെയ്യാമായിരുന്നു. കുട്ടനാട് പാക്കേജിന്റെ പണം ചെലവഴിച്ച് അവിടെ കർഷകർ ഇന്ന് അവിടുന്ന് പലായനം ചെയ്യേണ്ടി വരിക. ഒരു തവണ പോലും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ശരി, സമ്മതിച്ചു. സുഭാഷ്, എനിക്ക് തിരിച്ചുള്ള ഒറ്റ ചോദ്യം. കുട്ടനാട് ഉൾപ്പെടുന്ന പ്രദേശത്തെ നെല്ല് കർഷകർക്ക് കൊടുക്കാനുള്ള നെല്ല് സംഭരണത്തിന് 750 കോടി രൂപ ഇപ്പോഴും നിങ്ങൾ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടല്ലോ. ആര് പറഞ്ഞു? കോടതി പറഞ്ഞതാണ് സാർ. നിർമ്മല സീതാരാമൻ സംഘടിപ്പിച്ച കോടതി പറഞ്ഞതാ. കൊടുക്കാനുള്ള 1500 കൊടുത്തുള്ളൂ. അങ്ങനെ പിണറായി വിജയൻ കോടതി പോയപ്പോഴേ കടമെടുക്കാൻ 15000 കോടി പറഞ്ഞപ്പോ ഇതൂടെ പറയാൻ പറയാൻ പറ്റില്ല. 800 കോടി കൊടുത്തു. അതായത് നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ 700 കോടി രൂപ 57,000 കോടി ഞങ്ങൾക്ക് തരാനുള്ള പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചില്ല എന്നാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരും ജനങ്ങളോട് താല്പര്യമുള്ള MP-മാരും MLA-മാരും എല്ലാം ഡൽഹി പോയി സമരം നടത്തി. അന്ന് അവരെ പറഞ്ഞേ ഒന്നും കൊടുക്കാനില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്തു. അത് ഔദാര്യമല്ല, സുപ്രീം കോടതി ഒരു സംസ്ഥാനത്തിന്റെ അവകാശമുള്ള പണത്തിനല്ല, അവകാശമാണ്, ഫെഡറൽ സംവിധാനത്തിന്റെ അവകാശമാണ്. സുപ്രീം കോടതി
കോടി കടമെടുക്കാൻ പോയിട്ട് നിങ്ങൾ 57,000 കോടി രൂപ ഇന്ന് കേരളത്തിലെ ഈ കേരളത്തിൽ വോട്ടർമാരോട് പറഞ്ഞു പറഞ്ഞത് കേന്ദ്രം തരാനുള്ളത്. അതെന്താ പക്ഷേ സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ നിങ്ങൾ പറഞ്ഞത് 14,000 കോടി കൂടി കടമെടുക്കണമെന്നാണ്. ഇതിൽ ഏതാ സത്യം? രണ്ട് സത്യമാ. എന്നാ സത്യം എന്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞില്ല? 57,000 കോടിയുടെ കാര്യം സുപ്രീം കോടതി പറഞ്ഞില്ല. അടക്കമുള്ള കേരള ജനങ്ങളിൽ നികുതി പണത്തിന്റെ ഒരു പങ്ക് നമുക്ക് ലഭിക്കാനുണ്ട്. ആ പണത്തെ കുറിച്ച് പറയുന്നു. ഒപ്പം തന്നെ കടമെടുക്കാനുള്ള അവകാശം കൂടി നിഷേധിക്കപ്പെട്ടപ്പോൾ അതേക്കുറിച്ചും കൂടി ഫയൽ ചെയ്തു. ഇപ്പോഴത്തെ ഒരു പരിശോധന നടക്കുന്നത് രണ്ട് ഗവൺമെന്റുകളും ആരാണ് ഏറ്റവും ജനദ്രോഹകരമായ ഭരണം നടത്തുന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തുക. നമ്മുടെ ഞാൻ പറയും പെട്രോളിന്റെ വില തന്നെ നോക്കുക. ഈ പെട്രോളിന്റെ വില കമ്പനിക്ക് കൊടുത്തതാരാ? വില നിശ്ചയാവകാശം പൂർണ്ണമായും കർണാടകയിലും കേരളത്തിലും തമ്മിൽ പെട്രോളിന്റെ വില വ്യത്യാസത്തിന്റെ കാരണക്കാരാരാ? കർണാടകയിലും കേരളത്തിലുമുള്ള പെട്രോളിന്റെ വില വ്യത്യാസത്തിന്റെ കാരണക്കാരാരാണ്? ഒരു ചോദ്യം ബി.ജെ.പി. സുഭാഷിനോട് ചോദ്യം. കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് 2000 നോട്ട് ചിപ്പുള്ള മോദി സംസാരിക്കുന്ന നോട്ടുണ്ടായി. എവിടെയാണ് ഇപ്പോ? അത് പിൻവലിച്ചിട്ട് ആ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഉണ്ടാക്കിയ 2000 നോട്ട് ഇപ്പൊ എവിടെ? അതൊക്കെ പോട്ടെ, അത് വിട്ടേക്ക്. പക്ഷെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞ സ്വിസ് ബാങ്കിൽ നിന്ന് കൊണ്ടുവരാൻ പോകുന്ന കള്ളപ്പണത്തിന്റെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് നമുക്ക് തുറക്കാൻ പറ്റുമോ? പറയട്ടെ, അതിലേക്കാ വരുന്നേ. കള്ളപ്പണം 2021 കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 8,000-ലധികം കോടി രൂപ സ്വിസ് ബാങ്കിലെ കള്ളപ്പണം ഇതേവരെ ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല സുഭാഷ്, നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയത് എത്രയാ? ഇലക്ട്രൽ ബോണ്ട് കോൺഗ്രസിന് കിട്ടിയ എത്ര? അല്ല, 8,000 കോടി കള്ളപ്പണം സ്വിസ് ബാങ്കിൽ നിന്ന് കൊണ്ടുവന്നു. 6,080 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി 6,000 കോടി പ്രതിപക്ഷത്തിനാണ് കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസിന് 1,400. പൈസ കുറച്ച് സുരേന്ദ്രൻജി കിട്ടിയിട്ടുണ്ട്. സാറേ, ഞാനൊരു കർഷക അവാർഡ് കിട്ടിയ ഒരു പാർട്ടിയാണ്. പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർഷക കൃഷി ഓഫീസിൽ ചെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച തിരക്കിയപ്പോൾ എനിക്ക് 3 വർഷമായി കാർഷിക വിളവിൻ്റെ ഇൻഷുറൻസ് ചെയ്ത് ഇതുവരെ കിട്ടിയില്ല. കിട്ടാത്തതിൻ്റെ പേര് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, കൃഷി ഓഫീസ് പറഞ്ഞ് ഖജനാവിൽ പൈസ ഇല്ല. ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന കർഷകരെ ഇന്ത്യയുടെ കർഷകരെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിലുള്ള ഭരണ സംവിധാനമാണ് കേരളത്തിൽ നടത്തുകൊണ്ടിരിക്കുന്നത്. അതെ, അടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ബസ് കൂലി എന്ന എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആണ്. അവിടെ ഇലക്ട്രിസിറ്റി ഫ്രീ ആണ് കർഷകന്. അവിടെ വളവും കൃഷി ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഫ്രീ ആണ്. ഞാൻ കഴിഞ്ഞ മാസം പോയി കണ്ട ഒരു പാർട്ടിയാണ്. കർഷകൻ എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ ആര് ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? കർഷകൻ എന്ന നിലയിൽ ആര് ജയിക്കണം? കർഷകൻ എന്നുള്ള നിലയിൽ കൊടിക്കോൽ കുന്നശ്ശേരിയാണ് ജയിക്കണം. എനിക്ക് ചോദിക്കാനുള്ളത് LDFന്റെ പ്രതിനിധിയോടാണ്. നമുക്കറിയാം, ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി അരുൺകുമാറാണ്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് ASFന്റെ നേതാവ് ഒരു പരാതി കൊടുത്തിരുന്നു SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ. അന്ന് ഒരു വനിതാ നേതാവ് പരാതി കൊടുത്തിരുന്നു. അപ്പൊ അന്ന് അതൊക്കെ ചർച്ച ചെയ്യൂ. ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പില്ലേ പ്രശ്നം ചർച്ച ചെയ്യണോ? ചോദിക്കട്ടെ, പറയട്ടെ. കൊടുത്തപ്പോ ഒരു വാക്ക് പോലും ഫേസ്ബുക്കിൽ കുറിക്കാത്ത ഈ അരുൺകുമാറിന് ഈ പറഞ്ഞ പാർലമെന്റിൽ പോയി എന്ത് പറയാനാണ്? ഈ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി ചുമ്മാ അത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ക്യാൻസർ പെൻഷൻ പോലും കൊടുക്കാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വിശാലമായ മണ്ഡലത്തിൽ 2 ഓഫീസുകൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തുറന്ന് ചെങ്ങന്നൂരും കൊട്ടാരക്കര ഒരു ഓഫീസ് നടത്തിക്കൊണ്ട് നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്ന ജനപ്രതിനിധിയാണ്. 3 തവണയും വൻ ഭൂരിപക്ഷം ഈ പത്തനാപുരത്ത് കിട്ടിയ പ്രദേശമാണ്. വോട്ടർമാരെ മണ്ടന്മാരാക്കരുത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തരുത്. ആര് ജയിക്കും? അരുൺകുമാർ ജയിക്കണം. എന്തുകൊണ്ട്? യുവത്വത്തിന്റെ പ്രതീകമാണ്. ആള് മിടുക്കനാണ്. കൊടിക്കുന്നിൽ ഇത്രയും വലിയ രാഷ്ട്രീയ പരിചയമില്ലേ? 10-15 വർഷം കൊണ്ട് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. കൊടിക്കുന്നിലെ കണ്ടിട്ടില്ലേ? അത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം കാണാൻ. ഞങ്ങള് കണ്ടിട്ടേ ഇല്ല. മണ്ഡലത്തിൽ വികസനവും ഇല്ല. പണ്ടൊക്കെ മരിക്കുമ്പോ ഒന്ന് വരുവായിരുന്നു ഓരോ വീടുകളിൽ. ഇപ്പൊ അതും ഇല്ല. മരിക്കുമ്പോഴും വരാറില്ല. മരണ വീടുകളിൽ പോലും ഇപ്പൊ അത് ആൾക്കാർ മരിക്കാത്തോണ്ട് പിന്നെ അങ്ങനെ വരും. മരിക്കുന്ന സ്ഥലത്തല്ലേ വരാൻ പറ്റൂ. എന്താ മരണത്തിനെ വരത്തുള്ളൂ, അല്ലാതെ കൊടുക്കുന്നില്ല കണ്ടിട്ട് പോലും ഇല്ല. ഇവിടെ കൊടുക്കുന്നെന്ന് പറഞ്ഞ MP ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആക്ഷേപിക്കുന്നത് മരണത്തിന് വരുന്ന MPയോ? എന്തായാലും
രാഷ്ട്രീയത്തിന് എല്ലാ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്ന ഒരു കാര്യം എനിക്കൊരു പോയിന്റ് ഔട്ട് ചെയ്യാനുണ്ട്. പറഞ്ഞോ. ഈ കേച്ചേരി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ MLA എടുക്കെ നമ്മൾ പല പ്രാവശ്യം മെമ്മോറാണ്ടം സൈൻ ചെയ്ത് കൊടുത്തതാണ്. അദ്ദേഹം ഇന്ന് വരെ 2 വർഷമായി ഇന്ന് വരെ ഒരു വിവരം പോലും മറുപടി തന്നിട്ടില്ല. ഒരു പാർട്ടിക്കാരും 35 ബ്രാഞ്ചും പിന്നെ ഹെഡ് ഓഫീസ് തട്ടിപ്പുണ്ട്. എന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളെ സമയം ഞങ്ങളുടെ 4000 കുടുംബങ്ങളുണ്ട്. ആ 4000 കുടുംബങ്ങൾ ഞങ്ങൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. 1.5 ലക്ഷം വോട്ട് നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പലിശ മുഖച്ച് കൊണ്ടിടുമ്പോഴേ ഓർക്കണം അതൊക്കെ. അത് സഹായ സ്ഥാപനമല്ലേ? പലിശ ആരുടെ പലിശ? നിന്റെ പൈസ ഇല്ലാത്ത ആരുടെ ഇല്ല കുഴപ്പം. പൈസ ഉള്ളവർ കൊണ്ടിട്ട് പൈസ മേടിച്ചു. അതിലെന്തോ പെട്ടെന്ന് നമ്മുടെ ഇതൊന്നും അല്ല പ്രശ്നം. നമ്മുടെ കർഷകരുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ പട്ടാഴില് ഇവിടെ ഒരു കൃഷി നടത്താൻ പറ്റുന്നില്ല. എന്താ കാര്യം? പന്നി, കുരങ്ങ്, മറ്റ് മനുഷ്യര്. ഇതുകൊണ്ട് നമുക്ക് അതിനൊരു പ്രതികാരം ഉണ്ടാക്കാതെ ഏത് പാർട്ടി വന്നെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. ചേച്ചി, എന്താ ഇവിടുത്തെ മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്നാ? എന്തുകൊണ്ട് ബൈജു കലാശാല? പുള്ളി ഇന്നലെ UDF-ലായിരുന്നു. ഇന്നിപ്പോ NDA വന്നു. നാളെ പുള്ളി വേറെ പാർട്ടി പോകുന്നത് എങ്ങനെ അറിയാം? UDF-ന്റെ പ്രതിനിധിയുടെയാണ്. കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ വളരെ വിശദീകരമായി വിശദീകരിച്ചു. അദ്ദേഹം ബോധം കെട്ട് വീണെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല ഇത്ര കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് മാവേലിക്കരയിൽ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് കുറെ വർഷങ്ങളായിട്ട് MP എന്ന് പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഹൈമാക്സ് ലൈറ്റ്, കത്താത്ത ലൈറ്റ് കത്തിക്കുന്നതോ മേൽക്കൂരയില്ലാത്ത ബസ് സ്റ്റോപ്പിന് മേൽക്കൂര വെക്കുന്നതോ ഓടിപ്പോകുന്ന ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുന്നതോ അല്ല വികസന പ്രവർത്തനങ്ങൾ. ഒന്ന് കുട്ടനാട്ടിലോട്ടും പിന്നെ കർഷക തൊഴിലാളികളുടെയും കശുവണ്ടി തൊഴിലാളികളുടെയും എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാൻ കഴിയണം. വികസനം എന്നത് ശരിക്കും മനസ്സിലാക്കണം. പിന്നെ BJP പ്രതിനിധിയോട് നിങ്ങൾ ആക്രി സാധനങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളുടെ നാട്ടിൽ പഴയതിനെ എടുക്കുന്നതിന് ആക്രി എന്നാ പറയുന്നത്. നിങ്ങൾ നിർത്തിയിരിക്കുന്ന 8-9 സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ നിന്നും എടുത്ത ആക്രി സാധനങ്ങളെയാണ് നിങ്ങൾ നിർത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടില് പഴയ എടുക്കുന്ന സാധനങ്ങൾക്ക് പുതിയ സാധനം എന്ന് പറയത്തില്ല. ബംഗാളിലും ത്രിപുരയിലും BJP നിർത്തിക്കൊണ്ടോ? ബംഗാളിലെ നിങ്ങളുടെ നേതാക്കന്മാർ മൊത്തം ആക്രിയായിരുന്നു. ശരി, നമുക്കൊരു ഇടവേള കൂടി വേണം. അങ്ങനെ മാവേലിക്കര മണ്ഡലത്തിലെ ചർച്ച കൊഴുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ കുരുക്ഷേത്രം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പട്ടാഴിയിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. മാവേലിക്കര മണ്ഡലത്തിന്റെ രാഷ്ട്രീയം സാർക്കൊപ്പം LDF-ന്റെ പ്രതിനിധിയോടാണ് എന്റെ ചോദ്യം. 1989 മുതൽ കൊടിക്കുന്നിൽ സുരേഷ് MP ആയി നിലനിൽക്കുന്നു. എന്ത് അഴിമതി ആരോപണമാണ് CPM-നും BJP-ക്കും MP-യുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്? സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമുക്ക് മുന്നിലുണ്ട്. ഇന്നിവിടെ LDF നമ്മുടെ മുന്നിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി അരുൺകുമാർ ഒരു യുവ നേതാവാണല്ലോ. ആ യുവ നേതാവ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് ജനസമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്? 2 ചോദ്യങ്ങൾ. എന്താണ് ഇവിടെ? കൊടിക്കുന്നിൽ സുരേഷ് സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം ജയിക്കും. കാരണം എന്ന് പറയുന്നത് പട്ടാഴിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അംഗനവാടികളായാലും വെറ്റിനറി സബ് സെന്ററുകളായാലും റോഡുകളായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള വ്യക്തിയാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഈ തവണ മുൻപ് കിട്ടിയതിനെ കാട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കും. മാവേലിക്കരയുടെ ജനനായകനായി അടുത്ത് വരുന്ന 5 വർഷവും കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ തന്നെ കാണും. വളരെ ഭൂരിപക്ഷത്തോടെ ഇവിടെ തന്നെ. എന്തുകൊണ്ട്? അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം അഴിമതിരഹിതമായ ഭരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. അഴിമതിരഹിതമായ ഒരു മരണം നടന്ന ഒരു MLA പോലും കാണാറില്ല. ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ട് പോലും ഒരു MLA ആ സ്ഥലത്തും വരികയോ കാണുകയോ ചെയ്തു. പക്ഷേ MP സ്ഥലത്ത് വരികയോ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തൊരു വ്യക്തിയാണ്. എന്തൊരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടോ അറിഞ്ഞു കേട്ടായാലും വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് MP. വൻ ഭൂരിപക്ഷത്തോട് തന്നെ കൊടുക്കുന്നു സുരേഷ്. ഒരാശങ്കയും വേണ്ട, ഒരു കൂവലും വേണ്ട, ഒരാശങ്കയും വേണ്ട. വൻ ഭൂരിപക്ഷത്തോട് തന്നെ ബഹുമാനപ്പെട്ട LDF പ്രതിനിധിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ പട്ടാഴിയെ സംബന്ധിച്ച ഇവിടെ എബ്രഹാം കലാമണ്ണി
അനിൽ എന്ന് പറഞ്ഞ ഒരു ഫാക്ടറി, അയാൾ ഒരു ഫാക്ടറി കൊണ്ടുവന്നിട്ടുണ്ട്, കാർബൺ ആക്ടിവേറ്റഡ് ഫാക്ടറി. അഥവാ നിങ്ങളെ ഇപ്പൊ നിലവിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റും പുതിയതായി അരുൺകുമാർ ജയിച്ചാലും ആ ഫാക്ടറി നിർത്തുമോ തുടർന്ന്? എനിക്ക് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട എംപിയോടാണ്. പട്ടാഴിയിൽ അദ്ദേഹം എന്ത് വികസന പ്രവർത്തനമാണ് അതിന് UDF അതിന് മറുപടി പറഞ്ഞു. എന്ത് വികസന പ്രവർത്തനമാണ് അദ്ദേഹം ഒരു നീണ്ട ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. എവിടെ? പട്ടാഴിയുടെ ഒരു ലിസ്റ്റും വന്നിട്ടില്ല. ഒരു ലിസ്റ്റും പട്ടാഴിയെ കുറിച്ച് ഒന്നും വന്നിട്ടില്ല. 3-4 മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചതല്ലാതെ യാതൊരു വികസന പ്രവർത്തനവും അദ്ദേഹം ഈ പട്ടാഴിയിൽ കൊണ്ടുവന്നിട്ടില്ല. എവിടെയാണ്? ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുക സത്യമാണ്. ഒരു വികസന പ്രവർത്തനവും LDF നടത്തിയിട്ടില്ല. ഇവിടെ UDFന്റെ പ്രതിനിധികളാണ് എന്റെ ചോദ്യം. വികസന പ്രവർത്തനങ്ങളുടെ പരിമിതി ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 17 കോടി രൂപ കിട്ടിയെടുത്ത് 9,75,00,000 എങ്ങനെ ബാലൻസ് വന്നു? 9 കോടി രൂപ ചെലവഴിക്കാതെ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് MPയുടെ ഫണ്ടിൽ എങ്ങനെ ബാലൻസ് വന്നു? അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അത്തരത്തിലുള്ള പരാതി വന്നപ്പോൾ അതിന് ആ വാർത്ത കൊടുത്ത പത്രം തന്നെ പിറ്റേ ദിവസം അതിന് തിരുത്തു കൊടുത്തു. അതിനുശേഷം പത്രമാധ്യമങ്ങളോട് വളരെ കൃത്യമായി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് തന്റെ ഫണ്ടിൽ നിന്ന് ഏതെങ്കിലും തുക ചെലവഴിക്കാതിരുന്നിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. എനിക്ക് ചോദിക്കാനുള്ള BJP പ്രതിനിധിയോടാണ്. ഈ കേരളത്തെ കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് സൊമാലിയാണെന്നാണ് പറഞ്ഞത്. ഈ കേരളം സൊമാലിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കല്യാണം വരുമ്പോഴും മരണം വരുമ്പോഴും ഒക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പൊ കേരളത്തിലാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, മണിപ്പൂരിൽ രണ്ട് സ്ത്രീകളെ നഗ്നമാക്കി നടത്തിയിട്ട് ആ 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ട് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ പോകാതിരുന്നത്? അതൊരു ചോദ്യം. രണ്ട് മാധ്യമ പ്രവർത്തകരെ കാണുമ്പോ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓടി ഒളിക്കുന്നത്? ഈ രണ്ട് സുഭാഷിൽ തുടങ്ങാം. 30 സെക്കൻഡ്സ്. കേരളം നിലവിലെ അരിയില്ല സപ്ലൈക്കും ചെന്ന ചേട്ടാ. ഈ കേരളം സോമാലിയക്ക് തുല്യമാണോ? കേരളത്തെ സോമാലിയ ആക്കിയത് ആരാണ്? കേരളത്തിലെ പട്ടിണിയായ ജനങ്ങൾക്ക് റേഷൻ കട വഴി ഗരീബ് കല്യാൺ യോജന വഴി 5 വർഷത്തേക്ക് കൂടി സൗജന്യ ഭക്ഷ്യധാന്യം നീട്ടിയ സർക്കാർ. സുഭാഷ്, ഒറ്റ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും പട്ടിണി കുറവുള്ള സംസ്ഥാനം ഏതാ? എങ്ങനെ? പട്ടിണി കുറഞ്ഞ സംസ്ഥാനത്താണോ? ഏതാ ഇന്ത്യയിൽ ഏറ്റവും പട്ടിണി കുറവുള്ള സംസ്ഥാനം ഏതാ? പട്ടിണി കുറഞ്ഞ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഏതാ പറയും? അല്ല, ഇന്ത്യയിൽ ഏറ്റവും പട്ടിണി കുറവുള്ള സംസ്ഥാനം ഏതാ? ഇന്ത്യയിൽ ഏറ്റവും പട്ടിണി കുറവുള്ള സംസ്ഥാനം ഏതാ? പട്ടിണി കുറവുള്ള സംസ്ഥാനം എത്ര? കേരളത്തെക്കാൾ കുറവുള്ള ജനങ്ങളുണ്ടല്ലോ. കേരളത്തിൽ ഇവിടെ ഭരിച്ച സർക്കാരുകളുടെ ഗുണം കണ്ടല്ല. നമ്മുടെ രാജഭരണകാലം തൊട്ട് നമ്മുടെ രാജാവോ പട്ടിണി മാറ്റിയതോ? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എന്താണ് സുഭാഷേ? രാജഭരണമൊക്കെ പോയിട്ടൊരു നൂറ്റാണ്ടായില്ലേ? അരിയില്ല, അയറില്ല. സുഭാഷേ, കേരളത്തിന്റെ പട്ടിണി മാറ്റിയത് രാജാവാണോ? കേരളത്തിന്റെ പട്ടിണി മാറ്റിയത് രാജാവാണോ? ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഇവിടെ അല്പം മുമ്പ് ഇവിടെ വലിയ ചർച്ച നടന്ന നമ്മുടെ റബ്ബർ പാർക്കിനെ സംബന്ധിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് പരിശോധിക്കാം. അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിവിധ ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വെറുതെ ആവശ്യമില്ലാതെ വെറുതെ കാര്യങ്ങൾ പറഞ്ഞ് വഷളാക്കരുതെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്ന, ഈ നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവന്ന ആളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ സംസ്കാരങ്ങളിലൊക്കെ ഉള്ള ഈ ഒരു നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളെയും എല്ലാ വിഭാഗം ആളുകളെയും ടച്ച് ചെയ്യാൻ, അവരുടെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിഞ്ഞ ഒരു MP ആണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് ചോദിക്കാനുള്ള UDFന്റെ പ്രതിനിധിയോടാ. ഈ വികസനങ്ങളെല്ലാം പറയുന്നത് നമ്മളെ ഈ പട്ടാഴി കൊടിക്കുന്നിൽ സുരേഷ് കൊണ്ടുവന്ന ഒരു വികസനം അത് പിന്നീട് പറയും. പറഞ്ഞു വേണുഗോപാൽ, എന്തുകൊണ്ട് CA അരുൺകുമാർ? 30 സെക്കൻഡ്സ്. കേന്ദ്രത്തിൽ സംഘപരിവാര ശക്തികൾ മുന്നോട്ട് വെക്കുന്ന ആശയം നടപ്പിലാകാതിരിക്കാനും ജനാധിപത്യം വിജയിച്ചു വരാനും ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കഴിഞ്ഞ 15 വർഷക്കാലമായി വാഗ്ദാന ലംഘനത്തിന്റെ പെരുമഴയുമായി മുന്നോട്ട് പോകുന്ന കൊടിക്കുന്നിലിനെ പരാജയപ്പെടുത്തണമെന്ന ജനങ്ങളുടെ അദമ്യമായ ആഗ്രഹം കൂടി ചേരുമ്പോൾ ഇത്തവണ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ
സി അരുൺകുമാർ വിജയിക്കുമെന്നാണ് മാവേലിക്കര മണ്ഡലത്തിന്റെ രാഷ്ട്രീയവും ഭൂമിശാസ്ത്രവും ഒക്കെ വ്യത്യസ്തവും സങ്കീർണവുമാണ്. പക്ഷേ ജനങ്ങൾ ഒന്നുറച്ചാൽ മാവേലിക്കരയിൽ അത് സാധ്യമാവും. എന്താണെന്ന് അറിയണമെങ്കിൽ ജൂൺ 4 വരെ കാത്തിരിക്കാം. മാവേലിക്കരയിൽ നിന്നും നമ്മൾ വിട പറയുന്നു. നാളെ നമ്മൾ കണ്ടുമുട്ടും പത്തനംതിട്ടയിൽ വൈകുന്നേരം 7 മണിക്ക്. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.